കടിയന്റെ അമ്മാവൻ വന്നിട്ടുണ്ടെന്ന് കേട്ടു. ഒന്ന് സന്തോഷിപ്പിക്കുന്നത് നല്ലതാ. നമുക്കൊന്നു പോയി കാണാം. വലിയ കഴിവുകളുള്ള ആളാണെന്നാ കേട്ടത്. കടിയൻ ഭക്തിയോട് അടുത്ത് നിൽപ്പുണ്ടത്രേ. അങ്ങനെ നിൽക്കുന്നത് കൂടി ഒന്ന് കാണണം. അറിഞ്ഞു, കടിയന്റെ വല്യമ്മാവൻ വന്നു. കടിയന് ഭക്തിയും വന്നു. കഴിവുള്ള വല്യമ്മാവനാ. എനിക്കും ഒന്ന് കാണാൻ പറ്റുമോ? വാ, ഞങ്ങൾ അങ്ങോട്ടാ. വല്യമ്മാവ് ഇവിടെ ഇരിക്കണം. കടിയൻ വളഞ്ഞു കുനിഞ്ഞു നിൽക്കുന്നത് കണ്ടോ? വളഞ്ഞ ഭക്തിയോ? കടിയൻ ചേട്ടന്റെ വല്യമ്മാവോ ഈ കഴുത അമ്മാവനെ കാണാൻ വന്നതോ? കഴുതകൾ മാറി നിൽക്കൂ. തടയണ്ട മോനെ, എനിക്കെല്ലാവരും ഒരുപോലെയാ. കഴുതയാവട്ടെ, കുതിരയാവട്ടെ, തവളയാകട്ടെ, ആമയാകട്ടെ, നമ്മൾ സ്നേഹം കാണിക്കണം. പാറ്റയാകട്ടെ, പന്നിയാകട്ടെ, നമ്മൾ അകറ്റി നിർത്തരുത്. വല്യമ്മാവന് വലിയ കഴിവുണ്ടെന്ന് പറഞ്ഞത് വെറുതെയോ അല്ലേ സൂത്ര? എന്താ കടുവച്ചാർ പറഞ്ഞത്? ഞാൻ കേട്ടില്ല. ഒന്നുമില്ല. ഞാൻ കേട്ടു വല്യമ്മാവന് കഴിവില്ലെന്നാ പറഞ്ഞത്. എന്നാല് എന്തിനാണോ താനും പറഞ്ഞത്? ശരിക്കും വല്യമ്മാവന് കഴിവില്ല സൂത്ര. ആ കഴുതയെ നോക്കി കുതിരയാവട്ടെ, തവളയാവട്ടെ, പാറ്റയാവട്ടെ എന്നൊക്കെ പറഞ്ഞില്ലേ? എന്നിട്ടാവും കുതിരയോ പാറ്റയോ? അയ്യോ, ഓ പേടിച്ചു പോയി. ഒരു തവള ചാടിയത് കണ്ടാണോ താൻ പേടിച്ചത്? ഈയിടെയായി തനിക്ക് പേടി വളരെ കൂടുതലാ. അതിനല്ലേ ആന വിചാരം. ആന വിചാരമോ? ആനയെ കുറിച്ചുള്ള വിചാരമാണോ? അല്ല, ആനയാണെന്ന വിചാരം. നമ്മളൊരു ആനയാണെന്ന് വിചാരിച്ചാൽ എല്ലാ പേടിയും മാറും. സിംഹത്തെ കണ്ടാൽ പോലും നമുക്ക് പേടി തോന്നില്ല. നമ്മൾ ആനയല്ലേ, സിംഹം സൂക്ഷിച്ചേ പെരുമാറൂ. ഹിഹി. ഓ വിചാരം സിംഹത്തിനും വേണ്ടേ? അതിന് നമ്മൾ വേറെ പ്രശ്നത്തിനൊന്നും പോകുന്നില്ലല്ലോ. ഞാനൊരു ആനയാണെന്ന് വിചാരിച്ച് ഒരു സൈഡ് വഴി അങ്ങ് പോകും. വിചാരം മാത്രം മതി, നമുക്ക് ധൈര്യം കിട്ടിയാൽ പോരെ. ചിഹ്നം വിളിക്കണോ? ദേ ഒരു പുലി വരുന്നു. പോത്തിന് പൊതുവേ പുലിയെ പേടിയാ. പക്ഷേ ഞാൻ ആന വിചാരം വിചാരിക്കും. ഞാൻ ആനയാണ്. കണ്ടോ, അതോടെ എനിക്കൊരു ധൈര്യം കിട്ടി. പുലിതേ ആ വഴി പോയി. എന്റെ ഭാവം കണ്ടിട്ടാ. ഈ വിദ്യ കൊള്ളാം അല്ലേ സൂത്ര? ഞാനും ആന വിചാരം സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു. നിന്നെ ഞാൻ തുമ്പിക്കൈ കൊണ്ട് ചുഴറ്റി എറിയും. ഈ മരം ഞാൻ കുത്തി മറിക്കും. എടോ, തല പനമ്പട്ട എവിടെ കിട്ടും? നമ്മൾ ബന്ധുക്കളാ അല്ലേ? അയ്യോ, എന്ത് പറ്റിയാടോ? എന്റെ അമ്മാവൻ വരുന്നു, എനിക്ക് പേടിയോ? അതിനു താൻ ആനയാണെന്ന് വിചാരിച്ചാൽ പോരെ. അത് ഞാൻ വിചാരിച്ചു. അപ്പോഴാ ഓർത്തത് ആനയുടെ അമ്മാവനും ആനയല്ലേ.